നമ്മുടെ വീട്ടുജോലികളൊക്കെ ഒന്ന് എളുപ്പമാക്കാനായിട്ട് 5-6 ടിപ്സാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നമ്മൾ ജോലിക്കൊക്കെ പോകേണ്ടവർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും വെളുത്തുള്ളിയൊക്കെ തൊലിക്കുന്ന ഒരു പ്രയാസമുള്ള കാര്യമാണ്. അപ്പോഴപ്പോഴും നമ്മൾ എടുത്താൽ അവിടെ എല്ലാം കിച്ചണിലെല്ലാം നമ്മൾ തൊലിയാക്കും. അപ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു 250 ഗ്രാം വെളുത്തുള്ളി വാങ്ങിച്ചിട്ട് വെളുത്തുള്ളി എല്ലാം പൊളിച്ചതിന് ശേഷം നമ്മൾ ഒരു ടിന്നിനകത്താക്കി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണ് വേണ്ടിയത്. അത് പൊളിച്ചതിന് ശേഷം കഴുകുകയൊന്നും ചെയ്യരുത്. കഴുകിയാലിരുന്ന് അവിഞ്ഞു പോവും. അഥവാ കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വെള്ളം ഉണക്കിയതിന് ശേഷം മാത്രമേ വയ്ക്കാവൂ. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അടുത്ത ടിപ്സ്, നമുക്ക് ജോലിക്കൊക്കെ പോകേണ്ടവരാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ജോലി തിരക്കിനിടയ്ക്കൊക്കെ എപ്പോഴും നമുക്ക് തേങ്ങ തിരുമ്മാനൊന്നും പറ്റുന്ന വരത്തില്ല. അപ്പോൾ നമുക്ക് അവധി ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞ് നമ്മുടെ ജോലിയൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് 1-2 തേങ്ങ എടുത്ത് തിരിങ്ങിയിട്ട് നമ്മൾ ഒരു എയർ ടൈറ്റായിട്ടുള്ള പാത്രത്തിനകത്ത് ഇട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചിരുന്നാൽ നമുക്ക് ഒരാഴ്ചയോളം അത് കേടാകാതെ ഇരിക്കും. നമുക്ക് ഉപയോഗം വരുമ്പോൾ നമ്മളൊരു അരമണിക്കൂറിന് മുമ്പ് എടുത്ത് പുറത്ത് വെച്ചിരുന്നിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ മതി. നമ്മളത് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി അടുത്ത ടിപ്സ്, നമ്മൾ 1 കിലോ ചെറിയ ഉള്ളി അല്ലെങ്കിൽ 250 ഗ്രാമോ അല്ലെങ്കിൽ 1 കിലോ ഉള്ളി എടുത്തിട്ട് നമ്മളത് സമയം കിട്ടുമ്പോൾ അത് നമ്മൾ തൊലിച്ച് വയ്ക്കണം. അങ്ങനെ തൊലിച്ച് വെച്ചതാണിത്. അത് നമ്മൾ എന്തുകൊണ്ടെന്ന് പറയുമ്പോൾ ഒരു പാത്രത്തിനകത്ത് ഇത് കഴുകരുത്, തൊലിയെല്ലാം കളഞ്ഞിട്ട് കഴുകരുത്. ഇതുപോലെ നല്ല വൃത്തിയായിട്ട് തൊലിയാൻ കളഞ്ഞാൽ മതി. അഥവാ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലതുപോലെ ഉണങ്ങിയ തുണിയിൽ വെച്ച് വെള്ളമൊക്കെ ഉണക്കിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. വെള്ളം നനവ് ഇരുന്നാലും പന്നലായി പോകും. അതുകൊണ്ട് കഴുകാതിരിക്കുക. കഴിവതും നമ്മൾ ഉപയോഗിക്കുമ്പോൾ എടുത്ത് കഴുകിയാൽ മാത്രം മതി. നമുക്ക് പാത്രത്തിലിട്ട് വയ്ക്കാം. നമുക്കിനി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി അടുത്തത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മൾ ഇതേപോലെ കുറച്ച് കിട്ടുമ്പോൾ നമ്മൾ എന്തുവേണമെന്ന് പറയുമ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി വെള്ളമെല്ലാം കുടഞ്ഞ് കളഞ്ഞിട്ട് അതിൻ്റെ പന്ന ഇലയെല്ലാം അഴുക്ക ഇലയെല്ലാം പിച്ച് കളഞ്ഞിട്ട് നമ്മളൊരു പാത്രത്തിനകത്ത് അത് ഊരിയിട്ട് വെച്ചിരുന്നാൽ കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ ആ പാത്രത്തിൻ്റെ അടിക്ക് നമ്മളൊരു ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചേക്കണം. ഇങ്ങനെ വെച്ചിരുന്നിട്ട് അതിൽ നിന്ന് ഇലയിൽ ഈർപ്പം അങ്ങ് പോകുന്നതിന് വേണ്ടിയിട്ടാണത് നമ്മളിങ്ങനെ ഊരി അതിനകത്തിട്ട് വെച്ചിരുന്നാൽ 2 ആഴ്ച 3 ആഴ്ച എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ ഇരുന്നോളും. നമ്മൾ ആവശ്യത്തിന് മാത്രം എടുക്കുക. എടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചേക്കുക. ഇത് നമുക്കിനെ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അടുത്ത ടിപ്സ് ഇഞ്ചിയാണ്. ഇത് അതേപോലെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകണം. ഇത് മണ്ണൊക്കെ ഉണ്ടായിട്ട് നല്ലോണം കഴുകിയിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ഉണക്കി വെച്ചിട്ട് നമ്മളൊരു പാത്രത്തിനകത്താക്കി അടച്ച് സൂക്ഷിക്കാം. കുറച്ചുകൂടി പണി ഈസി ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് പേസ്റ്റാക്കി വെക്കാം. ഞാൻ പേസ്റ്റാക്കി വെക്കുന്നില്ല, ഇങ്ങനെ തന്നെ അങ്ങ് വെക്കണം. ആവശ്യത്തിന് ഓരോ പീസ് എടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതും നമുക്ക് ടൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിലിട്ട് വയ്ക്കാം. ചായയൊക്കെ ഇടുമ്പോൾ ഒരു കഷ്ണം അതിനകത്ത് ചതച്ചിട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും ചായക്ക്. നമ്മൾ ചായ തിളച്ച് വാങ്ങുന്നതിന് 1-1.5 മിനിറ്റിന് മുമ്പ് ഈ ഇഞ്ചി അതിനകത്ത് ഒരു കഷ്ണം ചതച്ചിട്ടാൽ കുറച്ച് മതി. ആളിൻ്റെ എണ്ണത്തിനനുസരിച്ചിടുക. 1 മിനിറ്റിന് മുമ്പ് ഇട്ടാൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് വാങ്ങണം. നല്ല സൂപ്പർ ചായ ആയിരിക്കും. നമുക്ക് മീനിനും ഇറച്ചിക്കും ഒക്കെ അതുപോലെ ഇങ്ങനെ ചെയ്ത് വെച്ചിരുന്നാൽ നമ്മുടെ പണി എളുപ്പമാകും. അതുപോലെ നമ്മളിത് ഓരോ പ്രാവശ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കുമ്പോൾ നമ്മൾ കിച്ചൺ മൊത്തവും നമ്മളതിൻ്റെ തൊലിയൊന്നും ഇടാതെ നമുക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചിരുന്നാൽ നല്ല ജോലി എളുപ്പം ആകും. എല്ലാം നല്ലതുപോലെ മുറുക്കി അടച്ച് നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് വീണ്ടും നമ്മളതൊന്ന് ടൈറ്റാക്കി അങ്ങ് വെച്ചേക്കണം. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതേപോലെ ചെയ്യണം. അപ്പം നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെൽ ഐക്കൺ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.